ഈ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ അധികം പറയുന്നത് 3 വഴികളാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഡ്രസ് വെൽ. നന്നായിട്ട് ഡ്രസ്സ് ധരിക്കുക. അത് ഒറ്റയ്ക്കാവട്ടെ, ഇനി വീട്ടിലാവട്ടെ, ഇനി പുറത്താവട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നണം. നമുക്കൊരു എനർജി കിട്ടണം. ആ ഫീൽ കിട്ടുന്ന പോലെയുള്ള ഒരു ഡ്രസ്സ് എപ്പോഴും ധരിക്കുക. നല്ല വാല്യൂ ഉള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളതല്ല കേട്ടോ. നല്ല ഡ്രസ്സ് നമുക്ക് കാണുമ്പോൾ ഒരു ഫിറ്റായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം. ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുക. രണ്ടാമതായിട്ട് ഓൾവേസ് ബിക്കം എ ഫ്രണ്ട് സീറ്റർ. ഏത് ഫംഗ്ഷന് പോയാലും ഒരു ക്ലാസ്സിന് മുന്നിൽ ഇരിക്കുക. നമുക്ക് പലപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ് ഈ മുന്നിലിരിക്കുക എന്നത്. കാരണം മുന്നിൽ സീറ്റ് ഒഴിവാണെങ്കിൽ നമ്മൾ ബാക്കിലാണ് സെർച്ച് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ മുന്നിൽ പോയിട്ടിരിക്കുക. ബിക്കം എ ഫ്രണ്ട് സീറ്റർ. അതങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. മൂന്നാമതായിട്ട് നോ പറയാൻ പഠിക്കുക. നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് നോ. കാരണം ഈ യെസ് പറയുക എന്നുള്ളത് അവന് കോൺഫിഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നോ പറയണോ, അവന് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവർ കോൺഫിഡൻസ് ഉള്ളവനെ നോ പറയാൻ കഴിയും. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളോടൊക്കെ നമ്മൾ ആദ്യം നോ പറയണം. ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് നോ കഴിയില്ല എന്ന് പറയാൻ കഴിയണം. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് അധികരിക്കും. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും.